ശിഖയും ദീപക്കും 2 വർഷം മുൻപ് വിവാഹിതരായി. ദീപകിന് സ്വന്തമായി ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടായിരുന്നു. രാവിലെ അയാൾ കടയിലിരിക്കും, വൈകുന്നേരം അയാളുടെ ജ്യേഷ്ഠനും. ശിഖ ഭർത്താവിന്റെ വീട്ടിൽ വന്നത് മുതൽ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആരും അവളെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ അമ്മായിയമ്മയും നാത്തൂൻ ശോഭയും എപ്പോഴും എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് അവളുടെ ഭർത്താവ് ദീപകിന്റെ മുന്നിൽ വെച്ച് അവളെ അവഹേളിക്കും. എന്നാൽ ദീപക് ഒന്നും പറയില്ല. ശോഭയ്ക്ക് 2 പെൺമക്കളുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും ശിഖ ഗർഭം ധരിച്ചിരുന്നില്ല. ഒരു ദിവസം രാത്രി അവൾ എല്ലാ ജോലിയും പൂർത്തിയാക്കി ഉറങ്ങാൻ കിടന്നപ്പോൾ, ഇപ്പോഴാണോ നിനക്ക് എന്നെ കാണാൻ സമയം കിട്ടിയത്? എന്താ ഇത്? നീ എന്താ ജോലി നേരത്തെ തീർക്കാത്തത്? ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു, പക്ഷേ അടുക്കള തനിച്ച് വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് സമയം വൈകുന്നു. അതിനെന്താ വേണ്ടത്? ഇവിടെ പാചകം ചെയ്യാൻ വേണ്ടി ജോലിക്കാരെ വെക്കണമെന്നാണോ നീ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങനെ ചുറ്റി വളച്ച് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദീപക് തന്റെ ഷോളും ബാഗും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ശിഖയ്ക്ക് എപ്പോഴും ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ദിവസവും രാത്രി അവൾ കരഞ്ഞുകൊണ്ടായിരുന്നു കിടന്നുറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ, ശിഖ, ടിഫിൻ എവിടെ? എനിക്ക് കടയിലേക്ക് പോകാൻ സമയമായി. ഇതാ കൊണ്ടുവരുന്നു. ശിഖ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ഓടിച്ചെന്നു. അപ്പോൾ അവളുടെ കാൽ തെന്നിപ്പോയി. അവൾ താഴെ വീണു. ആരെങ്കിലും ഒന്ന് സഹായിക്കേ, എനിക്ക് എഴുന്നേൽക്കാനാവുന്നില്ല. ഓ, ഒരു ജോലി നിന്നെ കൊണ്ട് മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഇനി എനിക്ക് ഭക്ഷണം വേണ്ട. ശോഭ അത് കണ്ടു. പക്ഷെ അവൾ ചായയും കൊണ്ട് മക്കളുടെ അടുത്തേക്ക് പോയി. ശിഖ എഴുന്നേൽക്കാനാവാതെ കിടന്നു. അപ്പോൾ അവളുടെ അമ്മായിയമ്മ അവിടെ എത്തി. ശിഖ താഴെ വീഴുന്നത് കണ്ടിട്ടും അവർ മുഖം തിരിച്ച് അവിടെ നിന്ന് പോയി. നാത്തൂൻ ശോഭ വളരെ സന്തോഷിച്ചു. ശിഖ എഴുന്നേൽക്കാൻ പലതവണ ശ്രമിച്ചു. ഒടുവിൽ ഞരങ്ങി അവൾ തന്റെ കിടക്കയുടെ അരികിൽ എത്തിച്ചേർന്നു. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവരോടെങ്കിലും എല്ലാം പറയുമായിരുന്നു. അമ്മാവന്റെ അടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഈ നരകത്തിൽ തന്നെ ഇരിക്കുന്നതാ. അവൾ കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ അമ്മായിയമ്മ മുറിയിലേക്ക് വന്നു. എന്നിട്ട് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ചായ കുടിക്ക്, ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും മരുമകളെ പട്ടിണിക്കിട്ട് കൊന്നു എന്ന്. അമ്മേ, എനിക്ക് ശരീരം മുഴുവൻ വല്ലാതെ വേദനിക്കുന്നു. എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് തരുമോ? നിന്റെ ഭർത്താവ് വന്നതിന് ശേഷം ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും. കുറച്ചു കഴിഞ്ഞ് അവൾ അലമാരയിൽ മരുന്ന് തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പുതപ്പ് കണ്ടു. അത് അവളുടെ മുത്തശ്ശി കൊടുത്ത പുതപ്പായിരുന്നു. അവൾക്കത് ഓർമ്മയില്ലായിരുന്നു. വിവാഹം കഴിച്ച് അവൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി ആ പുതപ്പ് അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് തരാൻ എന്റെ അടുത്ത് വേറെ ഒന്നുമില്ല. ഇതൊരു പുതിയ പുതപ്പാണ്. ഇത് നിനക്ക് വളരെ പ്രയോജനപ്പെടും. നിന്റെ അമ്മാവനും അമ്മായിയും ഇത് കണ്ടാൽ അവർ എടുത്തുകൊണ്ട് പോകും. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മുത്തശ്ശി മരിച്ചു. ശിഖ വേഗം ആ പുതപ്പെടുത്ത് തന്റെ കിടക്കയിൽ വെച്ചു. എന്നിട്ട് മരുന്ന് അന്വേഷിച്ചു. അവൾക്കൊരു മരുന്ന് കിട്ടി. അവൾ അത് പുരട്ടി. എന്നിട്ട് പുതപ്പ് പുതച്ച് കിടന്നു. ആഹാ, ഇത് നല്ല പുതപ്പാണല്ലോ. പുതപ്പ് പുതച്ച ഉടനെ അവൾക്ക് ഉറക്കം വന്നു. അമ്മായിയമ്മ ചായ ഉണ്ടാക്കുമ്പോൾ കൈ പൊള്ളിയതായി അവൾ സ്വപ്നം കണ്ടു. അവർ നിലവിളിക്കുന്നതും കേട്ടു. ശിഖ പതുക്കെ എഴുന്നേറ്റ് പോയി നോക്കിയപ്പോൾ ശരിക്കും അമ്മായിയമ്മയുടെ കൈ പൊള്ളിയത് കണ്ടു. അവർ നിലവിളിക്കുന്നുണ്ട്. ശിഖ ചിന്തിച്ചു, മുത്തശ്ശിയുടെ പുതപ്പ് മാന്ത്രിക ശക്തി ഉള്ളതായിരിക്കുമോ? ശിഖയും അമ്മായിയമ്മയെ സഹായിക്കാതെ മുറിയിലേക്ക് തിരിച്ചുപോയി. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനും അവരെ പോലെ ചെയ്യുകയാണെങ്കിൽ അവർക്കും എനിക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ ബർണോൾ എടുത്ത് അമ്മായിയമ്മയുടെ കയ്യിൽ പുരട്ടി. എന്നിട്ട് അവൾ അവരുടെ അടുത്തിരുന്നു. മരുമകളെ, നിന്റെ ശരീരവേദന എങ്ങനെയുണ്ട്? ഇപ്പൊ തരക്കേടില്ല, പക്ഷെ എനിക്ക് ശരിക്കും നടക്കാനാവുന്നില്ല. നീ പോയി വിശ്രമിക്കാൻ നോക്ക്. ശോഭയോട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. ശിഖ തന്റെ മുറിയിലെത്തി. അവൾ പുതപ്പ് പുതച്ച് കിടന്നുറങ്ങി. അവൾ ഉറങ്ങിയ ഉടനെ അവരുടെ കടയിൽ മോഷണം നടന്നതായി ഒരു സ്വപ്നം കണ്ടു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. അവളുടെ കാതിൽ ദീപകിന്റെ ശബ്ദം കേട്ടു. അമ്മേ, അമ്മേ, എല്ലാവരും ഇത് എവിടെയാ? എടാ, എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ശിഖയോട് ഞാനാണ് വിശ്രമിക്കാൻ പറഞ്ഞത്. അവൾക്ക് നല്ല ശരീരവേദനയുണ്ട്. അവളെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എന്റെ കൈ പൊള്ളിയിട്ടുണ്ട്. അതിനും മരുന്ന്. ശരി അമ്മേ, ഇപ്പോൾ തന്നെ പോകാം. ശിഖ അയാളോടൊപ്പം ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു, ചില മരുന്നുകളും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 2-3 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാകും. ഭാഗ്യം കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. നിങ്ങളുടെ കുട്ടി നല്ല ആരോഗ്യവാനാണ്. എന്ത്? ഞാൻ അച്ഛനാകാൻ പോവാണോ? എനിക്കും അത് അറിയില്ലായിരുന്നു. ഓ, ഇത് ശരിക്കും നല്ലൊരു വാർത്തയാണല്ലോ. തിരിച്ചു പോകുമ്പോൾ ശിഖ ചോദിച്ചു, ഏട്ടൻ കട ശരിക്കും പൂട്ടിയിട്ടല്ലേ വരാറ്?
അതെന്താ? ശിഖ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അയാളോട് പറഞ്ഞു. ആദ്യം അയാളത് നിസ്സാരമാക്കി. എന്നിട്ട് ശരി, പറഞ്ഞു. വാ പോയി നോക്കാം. രാത്രി 10 മണിയായി. അയാൾ കടയിലേക്ക് ചെന്നപ്പോൾ സത്യത്തിൽ 2 കള്ളന്മാർ പൂട്ടുടയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ദീപക് സ്കൂട്ടർ നിർത്തി ഒരു ഇരുമ്പ് വടിയും കൊണ്ട് ഓടിച്ചെന്നു. എന്തായി കാണിക്കുന്നേ? അയാളുടെ ശബ്ദം കേട്ടപ്പോൾ 2 പേരും ഓടി ഇരുട്ടിലെവിടെയോ മറഞ്ഞു. ഓ, നീ സ്വപ്നം കണ്ടതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. എനിക്ക് ശരീരവേദന ഇല്ലായിരുന്നെങ്കിൽ ചായ ഉണ്ടാക്കി അമ്മയുടെ കൈ പൊള്ളില്ലായിരുന്നു. എന്തായി പറയുന്നേ? ശിഖ അയാളോട് മുത്തശ്ശിയുടെ പുതപ്പിനെയും ആദ്യം കണ്ട സ്വപ്നത്തെയും കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണോ? എന്തായാലും ഈ കാര്യം കൊള്ളാലോ. ശരി, കേറിക്കോ, വീട്ടിൽ പോകാം. ശിഖയെ കണ്ടപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അമ്മ ഒരു മുത്തശ്ശിയാവാൻ പോകുന്നു. ദീപക് അമ്മയോട് ശിഖയുടെ മുത്തശ്ശിയുടെ പുതപ്പിനെയും അവൾ കണ്ട സ്വപ്നത്തെയും കുറിച്ച് പറഞ്ഞു. അവളുടെ നാത്തൂൻ ശോഭ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വാ മോളെ, എന്റെ അടുത്ത് വന്നിരിക്കെ. ശിഖ അവരുടെ അടുത്ത് ചെന്നിരുന്നു. അവർ സ്നേഹത്തോടെ അവളുടെ തല തടവിക്കൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ശോഭയോട് ഉണ്ടാക്കി തരാൻ പറയാം. അവൾ ദിവസം മുഴുവനും വെറുതെ ഇരിക്കുകയല്ലേ. നമ്മുടെ വീട്ടിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത കേട്ടു. ചെല്ലെ, മോള് ചെന്ന് വിശ്രമിച്ചോ. ശിഖ എഴുന്നേറ്റ് പോയി. എന്റെ അമ്മായിയമ്മ പെട്ടെന്ന് മാറിയിരിക്കുന്നു. മുത്തശ്ശിയുടെ പുതപ്പിന് മാന്ത്രിക ശക്തി ഉണ്ടായിരിക്കും. അവൾ കിടക്കയിൽ കിടന്ന് പുതപ്പ് പുതച്ച് കിടക്കാൻ തുടങ്ങുമ്പോൾ ദീപക് വന്നു. അയാളുടെ കയ്യിൽ ഭക്ഷണം വിളമ്പിയ പ്ലേറ്റ് ഉണ്ടായിരുന്നു. ശിഖ, എഴുന്നേൽക്ക്, ഭക്ഷണം കഴിക്ക്. എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ നിന്നോട് എത്ര മോശമായിട്ടാ പെരുമാറിയത്. എന്നോട് ക്ഷമിക്കൂ ശിഖ. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങട്ടെ. അവിടെ വെച്ചോ, ഞാൻ രാത്രി കഴിക്കാം. അവൾ പുതപ്പ് കൊണ്ട് മുഖം മൂടി കിടന്നുറങ്ങി. അവളുടെ ശരീരവേദന മുഴുവനായി മാറിയതായി അവൾ സ്വപ്നം കണ്ടു. അമ്മായി അമ്മയുടെ കൈയും ശരിയായി. അവരുടെ കൈക്ക് പൊള്ളലിന്റെ പാടുപോലും ഇല്ലായിരുന്നു. അതെ, ഞാൻ വേറൊരു സ്വപ്നവും കണ്ടു. എന്താ കണ്ടത്? പെട്ടെന്ന് പറയൂ. ശിഖ പറഞ്ഞു. ദീപക് എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന്റെ അമ്മ ആശ്ചര്യത്തോടെ തന്റെ കൈ തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടു. അമ്മേ, അമ്മയുടെ കൈ ശരിയായി. ആ, അതാണ് ഞാനും നോക്കുന്നത്. പാടുപോലും കാണുന്നില്ല. ശിഖ കണ്ടത് ഇതേ സ്വപ്നമാണ്. അതെയോ? ശോഭ അതും കേട്ടു. അവളുടെ പുതപ്പ് ഞാനും ഒരു പ്രാവശ്യം പുതച്ചു നോക്കും. അവൾ ഒരവസരത്തിനായി കാത്തു. ഒരു ദിവസം ശിഖ ഡോക്ടറെ കാണാനായി പോയപ്പോൾ ശോഭ ശിഖയുടെ മുറിയിൽ നിന്ന് അവളുടെ പുതപ്പെടുത്തു വന്നു. എന്നിട്ട് പുതച്ചു കിടന്നു. അവൾ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു. ഒരു കയർ അവളെ കെട്ടി വരിയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചപ്പോൾ അവൾ കട്ടിലിൽ നിന്ന് താഴെ വീണു. അവളുടെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകി. അപ്പോഴേക്കും അവൾ ഉറക്കമുണർന്നു. അവൾ താഴെ കിടക്കുകയായിരുന്നു. നെറ്റിയിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. ഛേ, എന്താ ഇത്? അവളുടെ സ്വപ്നത്തിൽ നല്ല കാര്യങ്ങൾ കാണുന്നു, എന്നാൽ എന്റെ സ്വപ്നത്തിൽ എനിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവൾ എഴുന്നേറ്റ് രക്തം മുഴുവനും തുടച്ചു. എന്നിട്ട് വേഗം പുതപ്പ് മടക്കി ശിഖയുടെ മുറിയിലേക്ക് ചെന്നു. ഓ നാത്തൂനെ, ഈ പുതപ്പ് നിങ്ങളുടെ കയ്യിലായിരുന്നോ? ഞാൻ എവിടെയാണ് മാറ്റി വെച്ചതെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശിഖ, നീ വളരെ നല്ലവളാണ്. അതുകൊണ്ടാണ് ഈ പുതപ്പ് നിനക്ക് നല്ല സ്വപ്നങ്ങൾ കാണിക്കുന്നത്. എന്റെ തെറ്റായ പ്രവൃത്തികൾക്ക് ഇതൊരു നല്ല പാഠം പഠിപ്പിച്ചു തന്നു. എനിക്ക് മാപ്പ് തരണം അനിയത്തി. ഇന്നു മുതൽ നമ്മൾ സഹോദരിമാരെ പോലെ ജീവിക്കും. ശോഭയും ശിഖയും പരസ്പരം ആലിംഗനം ചെയ്തു. ശിഖയ്ക്ക് ആ വീട്ടിൽ മുത്തശ്ശിയുടെ പുതപ്പ് കാരണം എല്ലാ മാന്യതയും ലഭിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഒരു പട്ടണത്തിൽ സിത്തീഷ് ഒരു പട്ടണത്തിൽ മമ്മിയോടും പപ്പയോടും കൂടെ താമസിച്ചു. സിത്തിച്ചിന്റെ പപ്പ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം സൊസൈറ്റിയിൽ താമസിച്ചു. ആ സൊസൈറ്റിയുടെ പുറകിൽ ഒരു കുടിലിൽ രാഹുൽ, പരി എന്ന 2 കുട്ടികൾ അച്ഛനോടൊപ്പം താമസിച്ചിരുന്നു. രാഹുലിന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചു. വളരെ അധ്വാനിച്ചാണ് അദ്ദേഹം 2 നേരത്തെ ആഹാരത്തിനുള്ള വകയുണ്ടാക്കിയത്. രാഹുലിന്റെ അച്ഛൻ രാവിലെ ഓട്ടോറിക്ഷയും കൊണ്ട് പോകും. രാഹുൽ അനിയത്തി പരിയുടെ കൂടെ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങും. അവർ റോഡിൽ കൂടി കറങ്ങുകയായിരുന്നു. കുറെ ദൂരം നടന്നപ്പോൾ അവർ ഷിതിജ് വരുന്നത് കണ്ടു. ഷിതിജ് നല്ല വസ്ത്രങ്ങൾ ഉടുത്തിരുന്നു. അവനൊരു സൈക്കിളും ഉണ്ടായിരുന്നു. 2 പേരും അവനെ ആശ്ചര്യത്തോടെ നോക്കി. ഷിതിജ് സൈക്കിൾ വളരെ വേഗത്തിൽ ഓടിച്ച് രാഹുലിനെ തട്ടി വീഴ്ത്തി. ഏയ്, നീ എന്തിനാ എന്റെ ഏട്ടനെ ഇടിച്ചു വീഴ്ത്തിയത്? എന്തൊരു നോട്ടോ ഇത്! എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? നീ വേണമെന്ന് വെച്ചാ അങ്ങനെ ചെയ്തത്. വിട്ടേക്ക് പരി, അതൊന്നും സാരമില്ല. കീറിയ ഡ്രസ് ഇട്ടേക്കുന്നു, എന്നിട്ട് പേര് ദേവതയെന്ന്. നീ എന്ത് ധൈര്യത്തിൽ എന്നോട് സംസാരിക്കുന്നേ? ക്ഷമിക്കണം സഹോദര, ഇവൾ എന്റെ അനിയത്തിയാണ്.
ഒന്നും അറിയാതെ പറഞ്ഞതാ. ചേട്ടാ, ഇവനോട് സംസാരിക്കാൻ നിൽക്കണ്ട. വാ പറി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല, ഞാൻ നിന്നെ അങ്ങനെയൊന്നും പോവാൻ സമ്മതിക്കില്ല. സഹോദര, ഞങ്ങളല്ലേ പറഞ്ഞത്, ഞങ്ങളെ പോകാൻ വിട്ടേക്ക് പ്ലീസ്. ഷിതിജ് പണക്കാരന്റെ വീട്ടിലെ കുട്ടിയാണ്. ഷിതിജിന് പരിയുടെ വർത്തമാനം കേട്ട് ദേഷ്യം വന്നു. അതിന് പകരമായി അവൻ പരിയെ ചളിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് അവിടെ നിന്ന് പോയി. ഏട്ടാ, എന്റെ അടുത്ത് ഒരു ജോഡി ഉടുപ്പേ ഉള്ളൂ, അതാണ് അവൻ ചളിയാക്കിയത്. ഇനി ഞാൻ എന്ത് ഉടുക്കും? ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അനുജത്തിയും ഏട്ടനും വീട്ടിലേക്ക് പോയി. ഒരു ദിവസം വൈകുന്നേരം രാഹുലും പരിയും പാർക്കിലേക്ക് പോയി. അവിടെ പണക്കാരായ ധാരാളം പേർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തങ്ങളെക്കുറിച്ച് ലജ്ജ തോന്നി. അപ്പോഴാണ് അവർ ഷിതിജിനെ കണ്ടത്. ഷിതിജ് പാർക്കിന്റെ ഒരു വശത്തിരുന്ന് കൂട്ടുകാരോടൊപ്പം ലൂഡോ കളിക്കുകയായിരുന്നു. വാ പരി, നമുക്കിവിടെ നിന്ന് പോകാം. ഏട്ടാ, ഞാൻ പകരം വീട്ടിയിട്ടേ അടങ്ങൂ. ഇന്ന് ഞാൻ ഇവനെ വെറുതെ വിടില്ല. വേണ്ട പരി, വിട്ടേക്ക്, അവനെ ഒന്നും ചെയ്യേണ്ട. രാഹുൽ പറഞ്ഞത് പരി കേൾക്കാതെ ഷിതിജിന്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. വീണ്ടും വന്നല്ലോ ആ പിച്ചക്കാരി. നായ്ക്കള് പോലും പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. ഇവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അട്ടിണി പാവൻ നീയാ. ഇന്ന് നിന്നെ കളിക്കാൻ ഞാൻ അനുവദിക്കില്ല, നോക്കിക്കോ. നിനക്ക് എന്ത് ധൈര്യോ? ഷിതിഷിനോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായോ? ഷിതിജ് ദേഷ്യത്തോടെ പരിയെ താഴേക്ക് തള്ളി. അവൾ പെട്ടെന്ന് താഴേക്ക് വീണു. ഇത് കണ്ട രാഹുലിന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഷിതിജിന് ഒരടി വെച്ചു കൊടുത്തു. എന്നിട്ട് കാലുകൊണ്ട് ലൂഡോ ബോർഡ് തള്ളിയിട്ടു. ആ കടലാസ് നീ എടുത്തു വെച്ചോ. ഇതൊന്നും പേപ്പറല്ല, ഇത് ബ്രാൻഡഡ് ലൂഡോയാണ്. എന്റെ അച്ഛനിതൊരു വലിയ കടയിൽ നിന്ന് വാങ്ങി എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്. നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? നിന്നെ കൊണ്ട് 10 രൂപ കൊടുത്ത് ഒരു സാധാരണ ലൂഡോ ഗെയിം വാങ്ങാൻ കഴിയോ? ഇതെന്താണ് ഇതെന്തല്ലാന്ന് എല്ലാം എനിക്കറിയാം. കാരണം ഇതേ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾക്കും ഇത് കളിക്കാൻ അറിയാം. ഇതുപോലെ പാവപ്പെട്ട ദരിദ്രരുടെ കൂടെ കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പക്ഷെ നിന്റെ അഹങ്കാരത്തിന് നിന്റെ കൂടെ കളിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നാളെ നീ ഇതേ സമയം നിന്റെ ലൂഡോയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്ക്, നമുക്ക് കളിച്ചു നോക്കാം. പിന്നൊരു കാര്യം, ദേവി ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരല്ലേ. എന്തൊരു നാറ്റോ, നാറിയിട്ട് വയ്യ. ഷിതിജ് രാഹുലിനെയും പരിയെയും വെല്ലുവിളിച്ചു. രണ്ടുപേരും വീടുകളിലേക്ക് മടങ്ങി. ഏട്ടാ, വൈകുന്നേരം അച്ഛനോട് ലൂഡോ വാങ്ങിത്തരാൻ പറയാം, നീ വിഷമിക്കാതിരിക്കേ. ആ, അച്ഛൻ വാങ്ങിത്തരും. പക്ഷെ നമുക്ക് കളിക്കാൻ പഠിക്കണ്ടേ? എങ്ങനെയാണ് ഷിതിജിനോട് നമ്മൾ ജയിക്കാൻ പോകുന്നത്? അവൻ ദിവസവും ഇത് കളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഏട്ടാ, ഞാൻ എങ്ങനെയാ വേറെ ഡ്രസ് ഇട്ടിട്ട് വരിക? ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും വഴിയിൽ തന്നെ കിടന്നുറങ്ങി. കണ്ണു തുറന്നപ്പോൾ രണ്ടുപേരും പുതിയ ഡ്രസ്സ് ധരിച്ചിരുന്നു. അവരുടെ മുന്നിൽ ഒരു ലൂഡോ ബോർഡും ഉണ്ടായിരുന്നു. ഏട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ഇപ്പോഴും സ്വപ്നം കാണുകയാണോ? പുതിയ ഡ്രസ്സും ലൂഡോ ബോർഡും. അതെ പരി, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. നോക്കൂ കുട്ടികളെ, ഞാനൊരു അദൃശ്യ ശക്തിയാണ്. ഞാൻ തന്നിരിക്കുന്നത് ഒരു മാന്ത്രിക ലൂഡോയാണ്. ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ജയിക്കാം. എത്ര പ്രാവശ്യം ജയിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ പുതിയ ആഗ്രഹങ്ങൾ എന്നോട് ചോദിക്കാം. ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാകും. ജ്യേഷ്ഠനും അനുജത്തിയും അടുത്ത ദിവസത്തേക്ക് വേണ്ടി കാത്തുനിന്നില്ല. ഉടൻ തന്നെ ഷിജിത്തിന്റെ അടുത്തേക്ക് ചെന്നു. പുതിയ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ ഷിതിജും അമ്പരന്നു പോയി. നിങ്ങൾ ഇത് എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാ ശരി, നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഷിതിജ് പലതവണ കളിക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രാവശ്യവും അവൻ തോറ്റു. ജ്യേഷ്ഠനും അനുജത്തിയും ലൂഡോയും കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ അവന്റെ കീശയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ താഴെ വീണു. അങ്ങനെ രണ്ടുപേരും ദിവസവും ഇത് കളിക്കാൻ തുടങ്ങി. സ്വർണ്ണ നാണയങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കുടിൽ വലിയൊരു വീടായി.